വാർത്തകളിലേക്ക്. കർണാടകയിൽ കോൺഗ്രസ് തിരക്കിട്ട ചർച്ചയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ തർക്കം തുടരുകയാണ്. സിദ്ധരാമയ്യയുടെയും ശിവകുമാറിന്റെയും ചരടുവലികളിൽ പ്രതിരോധിക്കാനായി AICC 3-അംഗ നിരീക്ഷക സംഘത്തെ നിയോഗിച്ചു. വൈകിട്ട് MLA-മാരുടെ യോഗം ചേരും. അതേസമയം സിദ്ധരാമയ്യയുമായി ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്ന് DK ശിവകുമാർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ആന്റണി ജിസ് ജോർജ് ചേരുകയാണ്. ആന്റണി, ഈ ചരടുവലികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് MLA-മാരുടെ യോഗം. ഒപ്പം ഇന്ന് DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ താൻ പലപ്പോഴും സ്ഥാനത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ്, ഈ സിദ്ധരാമയ്യയുമായി ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്, അതിലൊരു ഒളിയമ്പുണ്ട്, അതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ. തീർച്ചയായും ചരടുവലികൾ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ അത് തുടരുക തന്നെയാണ്. DK പക്ഷവും അതുപോലെ തന്നെ സിദ്ധരാമയ്യ പക്ഷവും രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം അവകാശവാദം തുടരുകയാണ്. പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് നടക്കുന്നത്. രാവിലെ DK ശിവകുമാറിന്റെ വീടിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡുകൾ, DKയുടെയും അതുപോലെ തന്നെ സിദ്ധരാമയ്യയുടെയും വീടുകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒരിടത്ത് സിദ്ധരാമയ്യയുടെ അനുകൂലികൾ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുന്ന കാഴ്ചയും കണ്ടിരുന്നു. മാത്രമല്ല, മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ സിദ്ധരാമയ്യ പക്ഷത്തുള്ള MLA-മാരെ കൂടി DK ശിവകുമാർ കാണുന്നുണ്ട്. അവരെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുന്നത്. 3-അംഗ നിരീക്ഷക സംഘത്തെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. സുശീൽ കുമാർ ഷിൻഡെ, അതുപോലെ തന്നെ ദീപക് ബാബറിയ തുടങ്ങിയ 3 പേരെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അവർ വൈകിട്ടോടുകൂടി കർണാടകയിലേക്ക് എത്തും. പിന്നീട് ഇന്ന് വൈകുന്നേരം യോഗം നിശ്ചയിച്ചിട്ടുണ്ട്, നിയമസഭാ കക്ഷിയുടെ. അപ്പോൾ എല്ലാ MLA-മാരെയും ഒറ്റയ്ക്ക് ഈ നിരീക്ഷക സംഘം കണ്ട് ഓരോരുത്തരിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയും ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിനിടയിലാണ് DK ശിവകുമാറിന്റെ ഒരു പ്രസ്താവനയും ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എനിക്ക് സിദ്ധരാമയ്യയുമായി ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. എനിക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയില്ല. പലപ്പോഴും സിദ്ധരാമയ്യയ്ക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും താൻ നിരവധി തവണ ത്യാഗം സഹിച്ച് കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും കൂടി ശിവകുമാർ പറഞ്ഞു. ആന്റണി, അതായത് ഒരുപക്ഷെ അതിന്റെ അർത്ഥം പല ഘട്ടങ്ങളിലും താൻ അവസരങ്ങൾ കിട്ടാതെ മാറി നിന്നിട്ടുണ്ട്, തനിക്ക് പരിഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ താൻ പല അവസരങ്ങളിലും തൻ്റെ അവസരങ്ങൾ ഉപയോഗിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് പാർട്ടിക്കും സിദ്ധരാമയ്യയ്ക്കും ഒക്കെ വേണ്ടി എന്നാണ് പറയുന്നതിൻ്റെ മറ്റൊരു മറുമൊഴി. അതായത് സിദ്ധരാമയ്യയ്ക്ക് നിരവധി ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്, അദ്ദേഹത്തിന് പ്രായം ഒരുപാടുണ്ട്, പക്ഷേ താൻ അത്തരത്തിലൊരു അവസരങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അടുത്തത് തൻ്റെ റോളായിരിക്കണം എന്നൊരു പിൻവിളി അല്ലെങ്കിൽ ഒരു ഒളിയമ്പതിലുണ്ട്. 1. 2, DK ശിവകുമാറിനൊപ്പമാണ് കൂടുതലും MLA-മാരുടെ പിന്തുണ. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ആ അർത്ഥത്തിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ AICC-യുടെ 3-അംഗ നിരീക്ഷകരുടെ ഒക്കെ ഇടപെടലുകൾ കൂടുതൽ വ്യക്തമാകും, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിത്തിരിയും, അല്ലേ? തീർച്ചയായും ശിവകുമാർ പറഞ്ഞു വെക്കുന്നത് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴും അജിംഷാദ് സൂചിപ്പിച്ചത് തന്നെയാണ്. താൻ പലതവണ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്, സിദ്ധരാമയ്യയോടൊപ്പം ഈ ത്യാഗം സഹിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ ഇനിയും ആ ത്യാഗം സഹിക്കാൻ താനില്ല എന്നുള്ളൊരു ധ്വനി കൂടി അതിലുണ്ട്. അതിൽ തന്നെ ശിവകുമാർ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മുഖ്യമന്ത്രി കസേര തന്നെയാണ് ശിവകുമാറും ലക്ഷ്യം വെക്കുന്നത്. അതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇവർ അതായത് ആദ്യ ടൈം സിദ്ധരാമയ്യയ്ക്ക് കൊടുക്കുകയും രണ്ടാമത്തെ ടൈം ശിവകുമാറിന് നൽകുകയും ചെയ്യുകയാണെങ്കിൽ അതിനോട് ശിവകുമാറിന് താല്പര്യമില്ല. കാരണം നേരത്തെ രാജസ്ഥാനിലുമൊക്കെ സംഭവിച്ച ആ ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത ശിവകുമാർ തള്ളിക്കളയുന്നില്ല. കാരണം ഈ 2.5 വർഷത്തെ മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ വിട്ടുകൊടുക്കാൻ തയ്യാറാകാൻ സാധ്യതയില്ല എന്നുള്ളത് കൂടി DK ശിവകുമാർ കാണുന്നുണ്ട്. വിഷയത്തിൽ കണ്ടതാണ് നാം, അല്ലേ? അത് തന്നെയാണ് സച്ചിൻ പൈലറ്റും ഗെഹ്ലോട്ടും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. സ്വാഭാവികമായും അത് കർണാടകയിലും ഉണ്ടാകുമെന്നുള്ള ആശങ്ക DKക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടൈം തന്നെ തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്നുള്ളത് തന്നെയാണ് DK ശിവകുമാർ ഉന്നയിക്കുന്ന ആവശ്യം. അത് പറയാതെ പറയുകയാണ്. ആന്റണി, യോഗം എപ്പോഴായിരിക്കും തുടങ്ങുക, ഈ MLA-മാരുടെ യോഗം?
വൈകിട്ട് 5:30 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് കുറച്ചുകൂടി വൈകുമെന്നുള്ള സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. ബംഗളൂരുവിൽ ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ MLA-മാരോടും എത്തിച്ചേരാൻ കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നു. വിജയിച്ചവരോട് എല്ലാവരോടും ഇന്നലെ തന്നെ പലവരും ഈ റിസൾട്ട് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ മേഖലകളിലേക്കും വാഹനങ്ങൾ ഉൾപ്പെടെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ തയ്യാറാക്കി അവരെ ബംഗളൂരുവിലേക്ക് എത്തിക്കാനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഉച്ചയോടുകൂടി എല്ലാവരും തന്നെ ബംഗളൂരുവിലേക്ക് എത്തിയിട്ടുണ്ട്. 5:30 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ആ യോഗത്തിന് മുമ്പ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായ ഒരു കൂടിക്കാഴ്ച എല്ലാ MLA-മാരും നടത്തിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ടോടു കൂടി തന്നെ ഈ നിരീക്ഷക സംഘവും എത്തുന്നുണ്ട്. അജിംഷാദ്. ശരി ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.